Hello everyone, so welcome back to my YouTube channel. So in this video we are going to see how to make this kind of pompom keychain. So let's see how to make this. So without getting late, let's start. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ വൂളൻ ത്രെഡ് എടുക്കുക. വൂളൻ ത്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കുക. ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ വൂളൻ ത്രെഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ കയ്യിൽ രണ്ട് വിരലിൽ നമ്മൾ ചുറ്റണ പോലെ ചുറ്റി കൊടുക്കുക. ഞാൻ ഒരു മീഡിയം സൈസ് പോംപോം കീച്ചെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വിരൽ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പം വേണമെങ്കിൽ 3 വിരൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ആവറേജ് സൈസിന് നമ്മൾ 2 വിരൽ യൂസ് ചെയ്താൽ മതി. ഇതേപോലെ നമ്മൾ വിരലിൽ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭയങ്കര ലൂസായിട്ടും പാടില്ല. അത്യാവശ്യം രീതിയിൽ നമുക്ക് അറിയാമല്ലോ, ഭയങ്കര ടൈറ്റും പാടില്ല, ഭയങ്കര ലൂസും പാടില്ല. അങ്ങനെ രീതിയിൽ ചുറ്റി കൊടുക്കുക. പിന്നെ തിക്നെസ് ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ചുറ്റി കൊടുക്കണം കേട്ടോ. ഭയങ്കര തിക്നെസ് കുറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ നല്ലോണം ചുറ്റി കൊടുക്കുക. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇത് നമ്മുടെ വിരലിൽ നിന്ന് കറക്റ്റായിട്ട് സൂക്ഷിച്ചങ്ങോട്ട് ഊരുക. ഭയങ്കര ടൈറ്റായിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ വിരലിൽ നിന്ന് ഊരാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റായിട്ട് ചുറ്റരുതെന്ന്. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ ചുറ്റി കൊടുക്കുക. ശേഷം നമ്മുടെ വിരലിൽ നിന്ന് ഊരി മാറ്റിയിട്ട് ആ സെയിം കളർ ത്രെഡിൽ നിന്ന് കുറച്ച് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ നടുക്ക് ആയിട്ട് വെച്ച് ടൈ ചെയ്യുക. ടൈ ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ലൂസായിട്ട് ടൈ ചെയ്താൽ നമ്മുടെ കീ ചെയിൻ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ചെയിൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ട് ഇത് കെട്ടാൻ വേണ്ടി നോക്കുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ടൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പുറവും ഇപ്പുറവും മറിച്ച് നമ്മൾ കെട്ടിക്കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ട് സെക്യൂറായിട്ട് അത് ഇരുന്നോളൂ അവിടെ. ഇപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന നൂല് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അത് കാണാൻ വേണ്ടി ഇരിക്കുക. ഇനി നമ്മൾ ബാക്കി ഇപ്പോൾ ആ ത്രെഡൊക്കെ ഫോൾഡ് ചെയ്തിരിക്കുന്ന ത്രെഡില്ലേ, നടുക്ക് കെട്ടിയ ത്രെഡല്ല, അതൊഴിച്ച് ബാക്കി നമ്മളിങ്ങനെ മടങ്ങി ഇരിക്കുന്ന ത്രെഡില്ലേ, അത് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും. അത് ഇതേപോലെ ഓപ്പണായിട്ട് വരും. നടുക്ക് നമ്മൾ പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. നടുക്കത്തെ ത്രെഡ് കട്ട് ചെയ്ത് കളയരുത്. ബാക്കിയുള്ള ത്രെഡ് സൂക്ഷിച്ച് മടങ്ങിയിരിക്കുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് നമ്മൾ ചെയ്യണം. ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പണായി വരും ത്രെഡ്. ഇതേപോലത്തെ ഒരു രീതിയിലായിരിക്കും വന്നത്. നടുക്ക് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ നടുക്കത്തെ ത്രെഡും കൂടി കട്ട് ചെയ്ത് കളയും. മാത്രമല്ല സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നടുക്ക് ഏതെങ്കിലും ത്രെഡ് കട്ട് ചെയ്യാത്ത ഉണ്ടെങ്കിൽ, ഫോൾഡ് ചെയ്താൽ കിടക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം, നൂല് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ ഇനി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ത്രെഡും ഞാൻ കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണ് ഒന്നും കൂടി അവിടെ ഇവിടെ ഇനി കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മൾ അതിങ്ങനെ പരത്തി ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ നടുക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ആ നടുക്ക് തന്നെ പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു സർക്കിൾ രീതിയിൽ, നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലായിരിക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ ഈ കയറി ഇറങ്ങിയിരിക്കുന്ന നൂല് കറക്റ്റായിട്ട് നമ്മൾ എക്സസ് ആയിട്ട് പുറത്ത് ചാടിയിരിക്കുന്ന നൂല് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ഒരു സർക്കിൾ രീതിയിൽ, ഒരു സർക്കിൾ പരുവത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊണ്ടുതന്നെ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് സർക്കിൾ രീതിയിൽ കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൽ നമ്മൾ ഒരു സർക്കിൾ കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഇത് സാധാരണ ഞാൻ രീതിയിൽ പയ്യെ സർക്കിൾ കറക്റ്റ് ഒരു സർക്കിളാക്കി എടുക്കുകയാണ്. പയ്യെ നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഭയങ്കര എളുപ്പത്തിൽ കാർഡ് ബോർഡൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പയ്യെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള നൂല് പുറത്ത് ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പയ്യെ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു സർക്കിൾ പരുവത്തിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും നോക്കി എക്സസ് ആയിട്ട് പുറത്തേക്ക് ചാടി നിൽക്കുന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെട്ടി കളഞ്ഞ് കറക്റ്റായിട്ടുള്ള രീതിയിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വശം ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തത്, അതേപോലെ മറുവശവും പിടിച്ച് അതേപോലെ നോക്കി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരിക.
അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്കിത് ഇതേപോലെ ആയിരിക്കും കിട്ടുക. നമ്മൾ കറക്റ്റ് രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ, കറക്റ്റ് രീതിയിലാണ് ഒരു തിക്കായിട്ടൊക്കെയാണ് നൂല് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും, പോംപോം കറക്റ്റായിട്ട് കിട്ടും. ഇതിൽ നമുക്ക് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഗോതമ്പ് മാവൊക്കെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് മാവ് നമ്മുടെ കയ്യിൻ്റെ നടുക്ക് വെച്ചിട്ട് ഉരുട്ടൂല്ലേ, അതേപോലെ നമ്മൾ ഈ പോംപോം കയ്യിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക, ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. കറക്റ്റ് റൗണ്ടാണെന്നൊക്കെ നോക്കുക. അതിന് ശേഷം കുറച്ചും കൂടി ഇതിന് വോളിയം കിട്ടാൻ വേണ്ടി, കുറച്ചും കൂടി ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സാധാരണ നമ്മുടെ വൂളൻ ത്രെഡ് ഇങ്ങനെ പിരിഞ്ഞായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ പിരിഞ്ഞ് കിടക്കുന്ന നൂലൊക്കെ അഴിയുകയും കുറച്ചും കൂടി അതിന് വോളിയം കിട്ടുകയും കുറച്ചും കൂടി ഷേപ്പ് ഡിഫൈൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ രീതിയിലായിരിക്കും പോംപോം ഉണ്ടാവുക. ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലഫിനെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വോളിയം കിട്ടും, ഭയങ്കര കുറച്ച് സോഫ്റ്റ് ആയതും കുറച്ചും കൂടി ഷേപ്പ് ഡിഫൈൻഡ് ആയതുപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശേഷം നമുക്ക് ഇതിൽ ഒന്നും കൂടി നമ്മൾ കൈയുടെ നടുക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാം, അവിടെ ഇവിടെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെ നൂലൊക്കെ പൊന്തി കിടക്കുന്നുണ്ടെങ്കിലൊക്കെ, പുറത്തേക്ക് നൂലൊക്കെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളഞ്ഞ് വീണ്ടും കയ്യിലിട്ട് നമ്മൾ കറക്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കുക. അതേപോലെ നമ്മൾ എപ്പോഴും നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. എക്സസൈസായിട്ട് നൂലൊക്കെ പുറത്ത് ചാടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം പുറത്ത് നൂലുണ്ടെങ്കിൽ അതിങ്ങനെ സാധാരണ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടി കൊടുത്താൽ കറക്റ്റായിട്ട് അതുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചെയിൻ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നോക്കുക, പുറത്ത് എക്സസൈസായിട്ടുള്ള നൂലൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോംപോം. ഇനി ആ പോംപോമിലേക്ക് നമുക്ക് നടുക്ക് കിട്ടിയ നൂലില്ലേ, ആ നൂലിലേക്ക് നമ്മൾ ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ നൂല് ടൈറ്റായിട്ട് കെട്ടണമെന്ന് പറഞ്ഞ മെയിൻ റീസൺ ഇതാണ്. നമ്മൾ ചെയിൻ അതിൽ ഫിക്സ് ചെയ്യുമ്പോൾ അത് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ചെയിൻ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കര ലൂസായിട്ട് കെട്ടിയേക്കണമെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ ടൈറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ അത് അഴിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ചെയിൻ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ചെയിൻ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ പോംപോം കീച്ചെയിൻ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടൊരു അടിപൊളിയായിട്ടുള്ള കീച്ചെയിൻ പോംപോം കീച്ചെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കാണുന്ന പോംപോം ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഞാൻ വൈറ്റ് ഉണ്ടാക്കിയ പോംപോം ഇതിനേക്കാളും ഇപ്പോൾ ഉണ്ടാക്കിയ പോംപോം കീച്ചെയിനേക്കാളും ചെറുതാണ്. അപ്പോൾ അതിൽ ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ, നേരത്തെ ഉണ്ടാക്കിയ വൈറ്റിൽ. അതെന്തായാലും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സൈസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് നമ്മൾ ആ ചുറ്റുന്ന അതിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ പോംപോം കീച്ചെയിൻ കുറച്ചും കൂടി വലുതാണ്, മീഡിയം സൈസാണ്. അത് കുറച്ചും കൂടി തിക്നെസ് കൂട്ടി ചുറ്റിയത് കൊണ്ടിട്ടാണ് അതിൻ്റെ വലിപ്പം ആ സൈസ് അത്ര. അപ്പോൾ നമുക്കിതിന് കീച്ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മിനി ഹാൻഡ് ബാഗിലാണ് കീച്ചെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും പോംപോം കീച്ചെയിൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റാ, ബൈ ബൈ.